ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഫോർമാലിറ്റിയോട് കൂടിയിട്ട് അല്ലേ, ഓഫീസേഴ്സിന് അങ്ങനെയൊക്കെ എഴുതുന്ന ലെറ്ററാണ് ഫോർമൽ ലെറ്റർ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ ബോക്സൊക്കെ വരച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ ഒരു വൃത്തിക്ക്. പിന്നെ ആദ്യം നമ്മൾ എന്താണ്, റൈറ്റേഴ്സ് അഡ്രസ്സ് വിത്തൗട്ട് നെയിം കൊടുക്കരുത് കേട്ടോ ഒരിക്കലും. റൈറ്റേഴ്സിൻ്റെ അഡ്രസ്സ് മാത്രം കൊടുക്കുക, പ്ലേസ് നെയിമും ഹൗസ് നെയിമും മാത്രം കൊടുക്കുക, നെയിം കൊടുക്കരുത്. പിന്നെ തൊട്ട് താഴെ ഡേറ്റ് കൊടുക്കുക. റെസിപ്പിയൻ്റ് അഡ്രസ്സ്, ആർക്കാണോ ലെറ്റർ നമ്മൾ എഴുതുന്നത്, അല്ലെങ്കിൽ ടു ദ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ടു ദ പോലീസ് ഓഫീസേഴ്സ്, അങ്ങനെ ആർക്കാണോ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അതാണ് റെസിപ്പിയൻ്റ് അഡ്രസ്സിൽ കൊടുക്കേണ്ടത്. ഓക്കെ. ദെൻ സല്യൂട്ടേഷൻ, ഡിയർ സർ അല്ലെങ്കിൽ മാഡം, സർ ഓർ മാഡം ആർക്കാണെന്ന് വെച്ചാൽ അതിൽ എഴുതാം. ദെൻ സബ്ജക്റ്റ് എഴുതാം. നമുക്ക് ക്വസ്റ്റ്യനിൽ തരുമല്ലോ ഒരു മാറ്റർ, ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കുമല്ലോ, ഇന്നതിൻ്റെ ബേസിലായിരിക്കുമല്ലോ നമ്മളൊരു ലെറ്റർ എഴുതുക, ഒരു ഫോർമൽ ലെറ്റർ. അപ്പോൾ ആ സബ്ജക്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും, ആ സബ്ജക്റ്റ് നമ്മളിവിടെ എഴുതാം. ദെൻ നമ്മൾ എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലേ. ദിസ് ഈസ് ടു ബ്രിങ് യുവർ കൈൻഡ് അറ്റൻഷൻ ടു ആ മാറ്റർ എന്താണെന്ന് വെച്ചാൽ അത് എഴുതാം അല്ലേ. ഐ തിങ്ക് ദിസ് ഇഷ്യൂ മസ്റ്റ് ബി അനലൈസ്ഡ് വിത്ത് ഒപ്റ്റിമം കെയർ ആൻഡ് കൺസിഡറേഷൻ അല്ലേ. ഈ ഒരു സെൻറ്റൻസ് തന്നെ യൂസ് ചെയ്യാം ഏത് ഫോർമൽ ലെറ്ററിലും കേട്ടോ. ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലെറ്റർ എഴുതുന്നത്. നിങ്ങളുടെ ആ ഒരു കൺസിഡറേഷൻ, ഒപ്റ്റിമം കെയറും കൺസിഡറേഷനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന രീതിയിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇവിടെ കുറച്ച് ഡാഷ് തന്നിട്ടുണ്ട്, അത് നമ്മൾ ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഇവിടെ അതാണ് നമ്മൾ ചെയ്യേണ്ടത്, കണ്ടൻറ്റ് അല്ലേ, ബോഡി ഓഫ് ദി ലെറ്റർ. ദെൻ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഈ ഒരു ലെറ്റർ, ഈ ഒരു സെൻറ്റൻസുകൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് വേണമെങ്കിൽ ചേഞ്ചസ് വരുത്താം കേട്ടോ സെൻറ്റൻസിലൊക്കെ. ഇവിടെ മിസ് എഴുതിയിട്ടുള്ളത് ഇത് ഏത് സിറ്റുവേഷനിലും യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ. ഐ ഹംബ്ലി റിക്വസ്റ്റ് യു ടു ടേക്ക് ദ നെസസറി ആക്ഷൻ അറ്റ് ദ earliest. I shall be obligate to you if you move with stern action. I'm looking forward to getting a favorable response in this matter. അങ്ങനെ പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം അല്ലേ. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നല്ലൊരു കൺസിഡറേഷൻ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസ് ഇതിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. പിന്നെ ലാസ്റ്റ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി സിഗ്നേച്ചർ റൈറ്റേഴ്സ് നെയിം. ഇവിടെ തൊട്ടടുത്ത് സിഗ്നേച്ചറിൻ്റെ അടിയിൽ തന്നെ വരണം കേട്ടോ യുവേഴ്സ് നെയിം. അത് PDF ആക്കിയപ്പോൾ കുറച്ച് താഴത്തേക്ക് പോയതാണ് കേട്ടോ. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി സിഗ്നേച്ചർ റൈറ്റേഴ്സ് നെയിം, ഇതെല്ലാം ഈ ഒരു സൈഡിൽ തന്നെ എഴുതണം കേട്ടോ. ഇവിടെ കൊടുന്ന് കുറേ കാര്യങ്ങൾ, ഇവിടെ കൊടുന്ന് കുറേ കാര്യം, അങ്ങനെയൊന്നും എഴുതരുത്. ഫുൾ ഈ ഒരു സൈഡിൽ തന്നെ എഴുതണം കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ്.